ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ കൊച്ചിയിൽ ഒരു പൊതുവേദിയിൽ വരുന്നതും പങ്കെടുക്കുന്നതും. പോർത്തൂസ് എന്ന ലാറ്റിൻ പദത്തിന് ഉദ്യാനം എന്നാണ് പറയുന്നത്. പോർത്തൂസ് മലബാറിക്കൂസ് എന്നൊരു പുസ്തകത്തിന്റെ പേരാണ് ഇന്ന് ആധാരമെന്ന് ഞാൻ വിചാരിക്കുന്നു. പോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ ഉദ്യാനം എന്നാണ്. മലബാറിന്റെ ഉദ്യാനമാണ് ഇവിടെ മനോരമ ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം. നമ്മുടെ ഉദ്യാനം എന്ന് പറയുമ്പോൾ ഏതുദ്യാനത്തിൽ ഒരുപാട് തരം പൂക്കളും ഒരുപാട് തരം ചെടികളുമുണ്ട്. കേരളം ഒരുപാട് പൂക്കളും ഒരുപാട് വിവിധ തരം ചെടികളും ഒക്കെ ഉള്ള ഒരു ഉദ്യാനം തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ ചിങ്ങാതി വളരെ രസകരമായിട്ടാണല്ലോ സംസാരിച്ചു തുടങ്ങുന്നതെന്നാണ്, അല്ലയോ? താൻ സംസാരിക്കാൻ വരുന്ന ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ആലോചിക്കും. നമ്മുടെ നാട്ടിൽ ശാരീരിക സ്വാസ്ഥ്യത്തിന്റെ പേരിൽ അവധിയെടുത്തപ്പോൾ അല്ലെങ്കിൽ വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ ആപത്തുകളിലും നമ്മൾ ആശ്രയിക്കുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ, അതായത് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ്. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതുമാണ്. കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ നിങ്ങൾ കുറച്ചു കാലം മുമ്പോട്ട് ഒന്ന് പോണം. ശബരിമലയിലേക്ക് മല കയറിയിട്ട് അവിടെ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ എന്തോ ഒരു പുഷ്പാഞ്ജലി സംതിങ് ലൈക്ക് എന്തൊരു വലിയ പൂജ നടത്തിയ ഒരു മനുഷ്യനുണ്ട്. അവൻ്റെ പേര് മോഹൻലാൽ എന്നാണ് കേട്ടോ. മോഹൻലാലിന് വേണമെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കാം, അല്ലേ? അവൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു വന്നോട്ടെ. പക്ഷേ മോഹൻലാൽ മമ്മൂക്കയ്ക്ക് അസുഖം വരുമ്പോൾ അത് അദ്ദേഹത്തിന് അസുഖം വന്നതുപോലൊക്കെ ഒരു ഫീലിങ്ങിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട ഒരാൾക്ക് അസുഖം വന്ന പോലെ ഫീലിങ്ങിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ പോകുന്നത്. എവിടേക്കാ? ശബരിമലയ്ക്കാണ്. ശബരിമല തന്നെ ഹിന്ദുവായിട്ടുള്ളൊരു അയ്യപ്പൻ്റെയും മുസ്ലിമായിട്ടുള്ളൊരു വാവരുടെയും സൗഹൃദത്തിൻ്റെ കഥയാണ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഹിന്ദുവായിട്ടുള്ള അയ്യപ്പൻ്റെ സ്ഥാനത്ത് നമുക്ക് മോഹൻലാലിനെയും വാവൻ്റെ സ്ഥാനത്ത് മമ്മൂക്കയെ കാണേണ്ടി വരും. കാരണം അത്രയും നല്ല സൗഹൃദമാണ്. ആ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ടാണ്, തൻ്റെ സുഹൃത്തിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്, തൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ ഇനിയും ഏറെ നാൾ നീക്കി കിട്ടണേ എന്നുള്ള അപേക്ഷയുടെ ഭാഗമായിട്ടാണ് മോഹൻലാൽ ശബരിമല കയറിയത്. മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ കാലം. അപ്പോൾ ഇദ്ദേഹത്തെ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഈ അസുഖം വന്ന സമയത്ത് ഇദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നത് മമ്മൂട്ടി അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മെഴുകുതിരി കത്തിക്കാത്ത, ഒരു വഴിപാട് കഴിക്കാത്ത, ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യാത്ത മലയാളികളില്ല എങ്ങും. അതെനിക്ക് പരിപൂർണ്ണ തോന്നുന്നു. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ. ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ ക്യാപിറ്റൽ എന്നാണ് അദ്ദേഹം അതിന് പറയുന്നത്. അതാണ് എൻ്റെ വിഷയം. നമുക്ക് ഈ സമൂഹത്തിൽ നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ മൂലധനം എന്താണ്? ഒരുപക്ഷെ മറ്റുള്ളവരുടെ സ്നേഹമായിരിക്കാം, മറ്റുള്ളവരെ നമ്മളോട് കാണിക്കുന്ന ഒരു കരുണയായിരിക്കാം. ഇവിടെ മോഹൻലാൽ എന്തെങ്കിലും കൊടുത്തിട്ടല്ല മോഹൻലാൽ ചെയ്തത്. അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ കുടം നേർച്ചയും സ്വർണ്ണക്കുടം നേർച്ചയും അങ്ങനെ പലതൊക്കെ നടത്തിയിരുന്നു മമ്മൂക്കയുടെ ജീവൻ തിരിച്ച് പഴയതുപോലെ തന്നെ ആവാൻ വേണ്ടിയിട്ട്. ഇവരെന്തെങ്കിലും മമ്മൂക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് ഒന്നുമല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മനുഷ്യനോട്, അവരുടെ ആരുമല്ലാത്തൊരു മനുഷ്യനോട് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്ന അപാരമായിട്ടുള്ള സ്നേഹമാണ്. ആ സ്നേഹം അവർക്ക് അങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഞാൻ തലക്കനമുള്ളവനാണ്, ഞാൻ അഹങ്കാരിയാണ്, ഗർവുള്ളവനാണ്, ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വളരെ അല്ലേ? അതല്ലേ സംഭവിച്ചത്? മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനോട് അപാരമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്ന ഫാൻ ഫൈറ്റിൽ മമ്മൂക്കയെ പറയാത്ത തെറിയൊന്നും ഉണ്ടാവില്ല. അവരെല്ലാവരും മമ്മൂട്ടിക്ക് അസുഖമാണെന്ന് പറഞ്ഞ സമയത്ത് അവരെല്ലാവരും ആ തെറി പരിപാടി നിർത്തി എന്നുള്ളതാണ്. സഡനായിട്ടാണ് ഇവർക്കെതിരെയുള്ള ആക്ഷേപവർത്താനങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിർത്തിക്കഴിഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം വേഗം തിരിച്ചു വരണേന്ന്
സോഷ്യൽ മീഡിയയിലൊക്കെയാണ് പ്രാർത്ഥന നടക്കും. ഒന്ന് ആലോചിച്ച് നോക്കണം. ആമീൻ എന്നും ദൈവത്തിൻ്റെ പേരുകളൊക്കെ വിളിച്ചുകൊണ്ടും ഓഹരിയും പറഞ്ഞുകൊണ്ടും അങ്ങനെ പല വിധത്തിലുള്ള പ്രാർത്ഥന സമ്പ്രദായങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതിനുള്ളൊരു നന്ദിയാണ് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ മലയാള സിനിമാ സാഹിത്യത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ നിരനിരപ്പുണ്ട്. ടി ഡി രാമകൃഷ്ണൻ മുതൽ ഇങ്ങേറ്റത്തിരിക്കുന്ന പ്രഗത്ഭരായ മാഷ് ഉൾപ്പെടെ എല്ലാവരും. അദ്ദേഹം ടി ഡി രാമകൃഷ്ണനെ കുറിച്ച് ചെറിയൊരു പരാമർശം നടത്തി പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ ഒരാളാണ്. ഗംഭീരമായിട്ടുള്ള വർക്കുകൾ അദ്ദേഹത്തിനുണ്ട്. ഗംഭീരമായിട്ടുള്ള നോവലുണ്ട്. ഫ്രാൻസിസ് സിറ്റിക്കോർ എന്ന് പറയുന്ന ഒരു ഗംഭീര നോവലൊക്കെ ഉണ്ട് നമ്മൾ ടി ഡി രാമകൃഷ്ണൻ. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. അത്രയും ഗംഭീരമായിട്ടുള്ള നോവലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ഒരു സ്ത്രീയാണ്, ഒരു പെൺസുഹൃത്ത് പറഞ്ഞത്, അത് പകുതിയോളം വായിച്ചിട്ട് ഛർദിൽ വന്നിട്ട് വായിച്ച് തീർക്കാൻ പറ്റാതെ ഛർദിൽ വന്നിട്ട് ആ പുസ്തകം നിർത്തി എന്നടക്കം പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അത് കിട്ടുവാണെങ്കിൽ ഒന്ന് വായിക്കണം. എന്തായാലും മമ്മൂട്ടി എന്നും ഇതേപോലൊക്കെ തന്നെയാണ്. പണ്ടും എഴുത്തുകാരൊപ്പം കൊണ്ടുവന്നിരുന്നു, ഇപ്പോഴും കൊണ്ടു നടക്കാൻ വലിയ മടിയൊന്നുമില്ല. ഇവന്മാരായാലും ഏതെങ്കിലും നല്ല കഥകളുണ്ടോ എന്നായിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ മമ്മൂട്ടി ആലോചിക്കുന്നുണ്ടാവുക. ഈ വേദിയിലുണ്ട്. എൻ.എസ്. മാധവൻ എൻ്റെ കൂടെ മഹാരാജാസിൽ എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയാണ്. എൻ.എസ്. മാധവന്റെ പിൻഗാമി എന്നൊക്കെ പറയുമ്പോൾ ഇടതുപക്ഷ ചായ്വുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ പറഞ്ഞുപോയി നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. വെറുത്തവരെ മുഴുവൻ സ്നേഹത്തിലാക്കുന്ന എന്തോ ഒരു മാജിക്ക് ഈ ചെങ്ങായിൻ്റെ കയ്യിലുണ്ട്. എനിക്കതേ പറയാനുള്ളൂ. ബൈ.